നമസ്കാരം. നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയ ടൈം ലൈനുകളിലും രാഷ്ട്രീയ ചർച്ചകളിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് എന്താണെന്നറിയാമോ? എപ്പോഴും ഗ്രൂപ്പ് തിരിഞ്ഞ് തമ്മിലടിച്ച് വാർത്തകളിൽ നിറയുന്ന നമ്മുടെ സ്വന്തം കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ചും അവരുടെ തലപ്പത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വിചിത്രമായ രാഷ്ട്രീയ ശൈലിയെക്കുറിച്ചുമാണ്. രാഷ്ട്രീയത്തെ വെറുമൊരു പാർട്ട് ടൈം വിനോദമായി കാണുന്ന ഇവിടുത്തെ നേതാക്കളുടെ കണ്ണു തുറപ്പിക്കുന്ന ചില കടുത്ത സത്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതും പുറത്തു നിന്നുള്ള ആരുമല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. മുൻ രാഷ്ട്രപതിയും കോൺഗ്രസിന്റെ മുൻകാല കരുത്തനുമായിരുന്ന പ്രണബ് മുഖർജിയുടെ മകൾ ശർമിഷ്ഠ മുഖർജിയാണ് സ്വന്തം പാളയത്തെ അങ്ങേയറ്റം പരിഹാസ്യമായ രീതിയിൽ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. രാഷ്ട്രീയമെന്ന് പറയുന്നത് വല്ലപ്പോഴും വന്നു പോകുന്ന ഒരു വിനോദമാണോ? അത് വർഷത്തിൽ 365 ദിവസവും 24 മണിക്കൂറും ജനങ്ങൾക്കിടയിൽ ജീവിച്ച് അവരുടെ പ്രശ്നങ്ങൾ കണ്ട് കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു വലിയ ഉത്തരവാദിത്തമല്ലേ? ഇവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെയും നരേന്ദ്രമോദിജിയുടെയും പ്രവർത്തന ശൈലി കോൺഗ്രസിൽ നിന്ന് 100 മടങ്ങ് വേറിട്ട് നിൽക്കുന്നത്. ഒരു വശത്ത് രാജ്യത്തെ വികസനത്തിന്റെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കാൻ വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന മോദി സർക്കാർ, മറുവശത്ത് വല്ലപ്പോഴും മാത്രം രാഷ്ട്രീയത്തിലേക്ക് വിസിറ്റിംഗ് വിസയിൽ വന്നു പോകുന്ന രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ തമ്മിലടി ഗ്രൂപ്പും. ശർമിഷ്ഠ മുഖർജി പറഞ്ഞ വാക്കുകൾ എത്ര കൃത്യമാണെന്ന് നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് നന്നായി അറിയാം. രാഹുൽ ഗാന്ധി പെട്ടെന്നൊരു ദിവസം രാവിലെ എഴുന്നേറ്റ് വലിയ കോലാഹലങ്ങളോടെ റാലികളും യാത്രകളും ഒക്കെ നടത്തും. ടിവിയിലും പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും കളം നിറയാൻ വേണ്ടി പാവപ്പെട്ടവരുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കലും കുറച്ച് വികാരഭരിതമായ പ്രസംഗങ്ങളും ഒക്കെ തട്ടിവിടും. ഇതെല്ലാം കണ്ട് പാവം കോൺഗ്രസ് അണികൾ വിചാരിക്കും, അതാ നമ്മുടെ നേതാവ് കളം പിടിച്ചു കഴിഞ്ഞു, ഇനി അടുത്ത പ്രധാനമന്ത്രി അദ്ദേഹം തന്നെ. പക്ഷേ കഥയിലെ ട്വിസ്റ്റ് അടുത്ത ദിവസമാണ് വരുന്നത്. ആവേശം മൂത്തു നിൽക്കുന്ന അടുത്ത നിമിഷം നോക്കുമ്പോൾ നേതാവിനെ പൊതുരംഗത്തെങ്ങും കാണാനില്ല. കഴിഞ്ഞ ഭാരത് ജോഡോ യാത്രയുടെ 1ാം വാർഷികം വന്നപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് എവിടെയായിരുന്നു എന്ന് സ്വന്തം ഓഫീസിലെ ജീവനക്കാർക്ക് പോലും അറിയില്ലായിരുന്നു എന്നാണ് ശർമിഷ്ഠ ചൂണ്ടിക്കാണിക്കുന്നത്. സുപ്രധാനമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പോലും വിദേശത്തേക്ക് വിനോദയാത്ര പോകാനും അവധിക്കാലം ആഘോഷിക്കാനും രാഹുൽ കാണിക്കുന്ന ഈ വലിയ താല്പര്യം കണ്ടാണോ ജനങ്ങൾ ഇദ്ദേഹത്തെ വിശ്വസിക്കേണ്ടത്? ഇത്തരം ആത്മാർത്ഥതയില്ലാത്ത നാടകങ്ങൾ സ്ഥിരമായി വിളമ്പുന്നത് കൊണ്ടാണ് ഭാരതത്തിലെ പ്രബുദ്ധരായ യുവതലമുറ ഇദ്ദേഹത്തെ ഗൗരവമായി എടുക്കാത്തതും സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ നിറയ്ക്കുന്നതും. ഇനി നമുക്ക് കോൺഗ്രസിന്റെ ഉള്ളിലെ കാര്യങ്ങളിലേക്ക് വരാം. അവിടെ എന്താണ് നടക്കുന്നതെന്ന് നോക്കിയാൽ ആർക്കും ചിരി വരും. താഴെത്തട്ടിൽ പാർട്ടി വളർത്താനോ സംഘടനയെ ശക്തമാക്കാനോ ഹൈക്കമാൻഡിനോ ഇവിടുത്തെ മറ്റു നേതാക്കൾക്കോ യാതൊരു താല്പര്യവുമില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, പരസ്പരം ഗ്രൂപ്പ് തിരിഞ്ഞ് തമ്മിലടിക്കുന്നു. എ ഗ്രൂപ്പുകാരൻ ബി ഗ്രൂപ്പുകാരന്റെ കാല് വാരുമ്പോൾ മൂന്നാമതൊരു ഗ്രൂപ്പുകാരൻ ഇവർ രണ്ടുപേർക്കും വലിയ പാര വയ്ക്കാൻ നോക്കുന്നു. ഉച്ചയാകുമ്പോൾ അധികാരത്തിനും വരും തിരഞ്ഞെടുപ്പിന് സീറ്റിനും വേണ്ടി അണികളും നേതാക്കളും തെരുവിൽ പരസ്യമായി വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു. ഗ്രൂപ്പ് നേതാക്കൾ അന്യോന്യം ചെളിവാരിയെറിയാനും കുതികാൽ വെട്ടാനുമാണ് സ്വന്തം സമയവും ഊർജവും കളയുന്നത്. ഡൽഹിയിൽ ഹൈക്കമാൻഡ് ഒരു കാര്യം പറഞ്ഞാൽ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള ഗ്രൂപ്പുകൾ സ്വന്തം താല്പര്യം മുൻനിർത്തി അതിനെ പരസ്യമായി അട്ടിമറിക്കും. ഇങ്ങനെ സ്വന്തം വീട്ടിലെ തല്ലും വഴക്കും തീർക്കാൻ കെൽപ്പില്ലാത്തവരാണ് രാജ്യത്തെ വലിയ രീതിയിൽ നയിക്കാൻ ഭാവിക്കുന്നത്. ശർമിഷ്ഠ മുഖർജി വെളിപ്പെടുത്തിയത് എത്രയോ ശരിയാണ്. സ്വന്തം കാലിൽ നിന്ന് ഒരൊറ്റ തിരഞ്ഞെടുപ്പ് പോലും നേരിടാൻ ധൈര്യമില്ലാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് അധപതിച്ചു കഴിഞ്ഞു. ഈ തമ്മിലടിക്കാർ ഓരോ പ്രദേശങ്ങളിലും ഗ്രൂപ്പ് തിരിഞ്ഞ് തമ്മിൽ തല്ലുമ്പോൾ സാധാരണ അണികൾ എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടു നിൽക്കുകയാണ്. ഈ ആഭ്യന്തര കലഹം കാരണം അണികൾ ഓരോന്നായി പാർട്ടി വിട്ടു പോകുമ്പോഴും നേതാക്കൾക്ക് സ്വന്തം ഗ്രൂപ്പിന്റെ മേധാവിത്വം നിലനിർത്താൻ മാത്രമാണ് വാശി. സ്വന്തമായി ജയിക്കാൻ ഒരു അടിത്തറയും ഇല്ലാത്തത് കൊണ്ട് പ്രാദേശിക പാർട്ടികളുമായി കൂട്ടുചേർന്ന് എങ്ങനെയും കുറച്ച് സീറ്റുകൾ ഒപ്പിച്ച് പാർലമെന്റിൽ കയറിക്കൂടാനുള്ള എളുപ്പവഴിയാണ് ഇവർ നോക്കുന്നത്. ഇതിന് രാഷ്ട്രീയമെന്നല്ല, വെറും സഖ്യ കച്ചവടം എന്നാണ് വിളിക്കേണ്ടത്. സ്വന്തം പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കും തമ്മിലടിയും പോലും തീർക്കാൻ കേൾപ്പില്ലാത്ത ഈ നേതാക്കളാണോ നാളെ വന്ന് ഭാരതം പോലൊരു വൻ രാജ്യം ഭരിക്കാൻ പോകുന്നത്? കോൺഗ്രസിന്റെ ഈ വലിയ അധപതനത്തിന് കാരണം അവർക്ക് കൃത്യമായൊരു നയമോ ജനങ്ങളോട് ആത്മാർത്ഥതയോ ഇല്ലെന്നതാണ്. ഡൽഹിയിലിരുന്ന് ട്വീറ്റുകൾ ഇടുകയും ഗ്രൂപ്പ് യോഗങ്ങൾ ചേർന്ന് സ്വന്തം സഹപ്രവർത്തകരെ എങ്ങനെ തോൽപ്പിക്കാമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന നേതാക്കളിൽ നിന്ന് രാജ്യം എന്ത് വികസനമാണ് പ്രതീക്ഷിക്കേണ്ടത്? ഭാരതത്തിലെ യുവതയ്ക്ക് ഇന്ന് കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്താൻ അറിയാം. അവർക്ക് വേണ്ടത് പുതിയ സ്റ്റാർട്ടപ്പുകളും മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങളും ആഗോളതലത്തിൽ ഭാരതത്തിന്റെ അഭിമാനമുയർത്തുന്ന ഭരണ നേതൃത്വവുമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് തമ്മിലടിക്കുന്ന ഈ ഗ്രൂപ്പ് കമ്പനിയെ ജനങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്നത്. കോൺഗ്രസ് എത്ര സഖ്യനാടകങ്ങളുമായി വന്നാലും വോട്ടിംഗ് യന്ത്രത്തിന് മുന്നിൽ ഭാരതത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ ദേശീയ താല്പര്യം മുൻനിർത്തി മാത്രമേ വോട്ട് ചെയ്യൂ എന്ന് ഇവിടുത്തെ പരാജയങ്ങൾ തെളിയിക്കുന്നു. കോൺഗ്രസ് ഇനിയെങ്കിലും ഈ ആഭ്യന്തര കലഹങ്ങൾ നിർത്തി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ചരിത്രത്തിന്റെ താളുകളിൽ മാത്രം അവശേഷിക്കുന്ന ഒരു പഴയ സംഘടനയായി ഇത് മാറും. ഇവിടുത്തെ നേതാക്കൾക്ക് തമ്മിലടിക്കാനും ഗ്രൂപ്പ് കളിക്കാനുമുള്ള താല്പര്യം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ പാർട്ടിക്ക് ഈ ഗതി വരില്ലായിരുന്നു.
സ്വന്തം അണികൾ തെരുവിൽ തമ്മിൽ തല്ലി ചോരയൊഴുക്കുമ്പോൾ സുരക്ഷിതമായ കസേരകളിൽ ഇരിക്കുന്ന നേതാക്കൾക്ക് സാധാരണക്കാരുടെ വേദനകൾ മനസ്സിലാക്കാൻ കഴിയില്ല. പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെയാണ് നമ്മൾ BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും രാഷ്ട്രീയത്തെ നെഞ്ചിലേറ്റേണ്ടത്. മോദിജിയുടെ നേതൃത്വത്തിൽ ഭാരതം ഇന്ന് ഡിജിറ്റൽ വിപ്ലവത്തിലും അതിവേഗ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ലോകത്തിന് തന്നെ മാതൃകയായി മുന്നേറുകയാണ്. ഒരു വശത്ത് വ്യക്തമായ ലക്ഷ്യബോധത്തോടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രസ്ഥാനവും മറുവശത്ത് സീറ്റിനായി കടിച്ചു കീറുന്ന ഒരു പറ്റം നേതാക്കളും. ഓരോ ഗ്രാമത്തിലും സാധാരണക്കാരന്റെ ജീവിത നിലവാരം ഉയർത്താൻ കേന്ദ്ര സർക്കാർ കർശനമായ പരിഷ്കാരങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ അതിനെയെല്ലാം വെറും സ്വാർത്ഥ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എതിർക്കുക മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ പണി. ഇവർക്ക് രാജ്യത്തിന്റെ വികസനമല്ല പ്രധാനം, മറിച്ച് നെഗറ്റീവ് രാഷ്ട്രീയവും സ്വന്തം ഗ്രൂപ്പ് പോരും മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. വികസനത്തിന്റെ പാതയിൽ രാജ്യം അതിവേഗം മുന്നോട്ടു പോകുമ്പോൾ ഇത്തരം തമ്മിലടി പ്രസ്ഥാനങ്ങൾക്ക് ജനങ്ങൾ വരും നാളുകളിൽ മാപ്പ് കൊടുക്കില്ല. ഇനി നമ്മുടെ പ്രേക്ഷകരോട് ഒരു ചോദ്യം: വർഷത്തിൽ 365 ദിവസവും വിശ്രമമില്ലാതെ രാജ്യത്തിനായി ഒപ്പമുള്ള മോദിജിയുടെ കഠിനാധ്വാനമാണോ അതോ സ്വന്തം ഗ്രൂപ്പുകൾ തമ്മിലടിച്ച് തകരുമ്പോൾ റാലിയും കഴിഞ്ഞ് വിദേശത്തേക്ക് മുങ്ങുന്ന രാഹുൽ ഗാന്ധിയുടെ ടൂറിസമാണോ ഭാരതത്തിന് ആവശ്യം? സ്വന്തം സംഘടനയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്ത ഇവർക്ക് നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട്. ഇത്തരം പാർട്ട് ടൈം നാടകങ്ങളും ഗ്രൂപ്പ് വഴക്കുകളും അധികകാലം മുന്നോട്ട് പോവില്ല. കോൺഗ്രസിന്റെ ഗ്രൂപ്പ് തല്ലുകൾ ജനങ്ങൾ ഇനിയും സഹിക്കില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളും താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.